ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഗൂഗിൾ മാപ്പിൽ നമ്മളെ അക്കൗണ്ട് വെരിഫൈഡ് കാണിക്കും. ആ സമയത്ത് നമ്മൾ ഇങ്ങനെ ഓരോ ഓപ്ഷനുകൾ കൊടുത്തു പോകുമ്പോൾ വീഡിയോ റെക്കോർഡിങ് ബിസിനസ്സിൻ്റെ ഒരു പ്രൂഫ് കൊടുക്കാൻ പറയുമ്പോൾ നമുക്ക് കഴിയാറില്ല. അപ്പോൾ നമുക്ക് ക്യാമറൻ്റെ ചിഹ്നം വരുന്നില്ല. അപ്പോൾ ആ പ്രശ്നങ്ങളെ വീഡിയോ ആണ് കേട്ടോ നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ഒന്ന് പ്രോത്സാഹനം തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഞാൻ ഗൂഗിൾ മാപ്പിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ എൻ്റെ അടുത്തുള്ള ആളുകളൊക്കെ എന്നെ ഗൂഗിൾ മാപ്പിൽ കയറ്റിയതിൻ്റെ പ്രകാരം ഓരോരുത്തർ എന്നെ വിളിക്കാറുണ്ട്, കോൺടാക്റ്റ് ചെയ്യാറുണ്ട്. ഈ നാട്ടിൽ ഇല്ലാത്ത ആളുകൾ ഇവിടെ എത്തുമ്പോൾ അവർ മാപ്പിലാണ് സാധാരണ നോക്കാറ്. അപ്പോൾ അങ്ങനെ കോളുകൾ വരാറുണ്ട്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഒരു കോളും വരാത്തപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ ലൊക്കേഷൻ ഒന്ന് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് എൻ്റെ അക്കൗണ്ടൊന്ന് പോലും കാണാൻ പറ്റുന്നില്ല. ഈ നൂറ ഗ്ലോബൽ എന്നുള്ളതിൻ്റെ അടുത്തായിരുന്നു എൻ്റേത്, പക്ഷേ എൻ്റെ ലൊക്കേഷൻ എനിക്ക് കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ സെർച്ച് ചെയ്ത് എൻ്റെ കടവ് ഓട്ടോറിക്ഷ ടാക്സി സർവീസ് നോക്കിയപ്പോൾ മാപ്പിൽ നിലവിലുണ്ട്, പക്ഷേ മറ്റുള്ളവർക്ക് അത് കാണുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ ഫോൺ നമ്പർ, കാര്യങ്ങൾ, ലൊക്കേഷൻ ഇതൊന്നും ഇവിടെ കാണിക്കുന്നില്ല. അപ്പോൾ ഞാനത് എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മളിങ്ങനെ തുറന്ന് നോക്കിയപ്പോൾ ഇവിടെ ഒരുപാട് നോട്ടിഫിക്കേഷനൊക്കെ വന്നിരുന്നു. അപ്പോൾ ഇവിടെ വെരിഫൈഡ് എന്ന് വന്നിരുന്നു. ഈ നേരെ മുകളിൽ അത് ഞാൻ ക്യാൻസൽ ചെയ്തു പോയതാണ്. അപ്പോൾ അതുപോലെ ഒരു ഫോട്ടോൻ്റെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ വെരിഫൈഡ് ആവാത്തതുകൊണ്ട് ഈ ഫോട്ടോ കസ്റ്റമർക്ക് അവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ അതിലെന്താ ചെയ്യാന്നുള്ളത് ഞങ്ങൾ താഴോട്ട് പോയി നോക്കി, എഡിറ്റിങ്ങിൽ പോയി നോക്കിയപ്പോൾ അവിടെ എല്ലാ കാര്യങ്ങളും ഞാൻ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ മുകളിൽ ഗെറ്റ് വെരിഫൈഡ് എന്ന് കാണിക്കുന്നു. അപ്പോൾ ആ പ്രകാരം ഞാൻ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തു. മുന്നോട്ട് പോകുമ്പോൾ അവർ പറയുന്നുണ്ട് നിങ്ങൾ ബിസിനസ് വീഡിയോ അപ്ലോഡ് ചെയ്യാനാണ് പറഞ്ഞത്. അങ്ങനെ അതറിയാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ബിസിനസ് വീഡിയോ റെക്കോർഡ് ചെയ്ത് കൊടുക്കാൻ നെക്സ്റ്റ് അടിച്ച് നോക്കുകയാണ്. ഇതിന് ശേഷമാണ് നമ്മളെ എല്ലാവർക്കും വരുന്ന ഒരു കോമൺ പ്രശ്നം വരുന്നത്. ഇത് സ്റ്റാർട്ട് നിൽക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ഒരുപാട് ഒന്നിലധികം ഇമെയിലുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഏത് മെയിലിലാണ് നമ്മൾ ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ആ അക്കൗണ്ടിലേക്ക് എത്തണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇവർ ഇവിടെ 3 കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അതൊക്കെ വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ജസ്റ്റ് മലയാളത്തിലാക്കണമെങ്കിൽ നമുക്ക് മലയാളത്തിലാക്കാം. ഈ തെരുവ് അടയാളങ്ങൾ, ബിസിനസ് പോലെ, അതായത് ചുറ്റുവട്ടത്തുള്ള കുറേ കാര്യങ്ങളും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടണ്ടെന്ന് കരുതി അത് നിങ്ങൾ തന്നെ സ്ഥിരം ഒന്ന് വായിച്ച് നോക്കുക. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്നുണ്ട്. അവിടെയും അതുപോലെ തന്നെ നമുക്ക് നുറുങ്ങുകൾ തരുന്നുണ്ട്. അതും വായിച്ച് നോക്കിയിട്ട് അതിനനുസരിച്ച്, അതായത് നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് 1-2 മിനിറ്റിൻ്റെ ഉള്ളിലുള്ള വീഡിയോ ഉൾപ്പെടുത്തുക. നമ്മുടെ ചുറ്റുപാടത്തുള്ള ലൊക്കേഷൻ, അതായത് കാര്യപ്പെട്ട എന്തെങ്കിലും സ്ഥാപനങ്ങൾ, ഹോസ്പിറ്റൽ, മദ്രസ, പള്ളി, അമ്പലം, ചർച്ച്, അങ്ങനെ എന്തൊക്കെയാണ് ഉള്ളത് അതൊക്കെ അതിൽ ഉൾപ്പെടുത്താൻ നോക്കുക. അതായത് ഒരുപാട് ദൂരമില്ല, നമ്മൾ നിന്ന നിലപ്പിൽ നമുക്ക് കിട്ടുന്ന വീഡിയോ അതിൽ ഉൾപ്പെടുത്തുക. അതിനുശേഷം നമ്മൾ സ്റ്റാർട്ട് റെക്കോർഡിംഗ് എന്ന് കാണിക്കുമ്പോൾ ഇവർ ഇവിടെ കാണിക്കുന്ന ഇതൊക്കെയാണ്. നിങ്ങളെ വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ ബാർകോഡ് സ്കാൻ ചെയ്തിട്ട് അതിൽ കൂടി ചെയ്യണം എന്നാണ്. അപ്പോൾ നമുക്കത് അറിയാൻ വേണ്ടിയിട്ട് ഞാനിത് ഡൗൺലോഡ് ചെയ്യുകയാണ്. ഈ ഇമേജ് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്കൊന്ന് സ്കാനറിൽ പോയിട്ട് നോക്കാം. ഞാൻ എൻ്റെ ഫോണിൽ സ്കാനർ എടുക്കുകയാണ്. ആ ബാർകോഡ് നമ്മൾ ഗാലറിയിൽ പോയിട്ട് എടുത്ത് നോക്കുകയാണ്. എടുത്ത് നോക്കുമ്പോൾ ഒരു ഗോ ടു വെബ്സൈറ്റ് വന്ന് നേരിട്ട് ഇതേ സൈറ്റിലേക്ക് തന്നെയാണ് വരുന്നത്. നമ്മളിവിടെ വീണ്ടും നെക്സ്റ്റ് എന്ന് അടിച്ചെടുക്കുന്നു, സ്റ്റാർട്ട് റെക്കോർഡിംഗ് കൊടുക്കുന്നു, അന്നേരം വീണ്ടും ഈ സംഭവം തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിനുള്ള ഒരു സൊല്യൂഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് കേട്ടോ. കാരണം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ വീഡിയോ എടുത്ത് സബ്മിറ്റ് ചെയ്താലേ ഉള്ളൂ ഗൂഗിൾ ഇത് ശ്രദ്ധിക്കുകയും ചെയ്യുള്ളൂ. അപ്പോൾ ഈ സെക്ഷൻ വരെ എല്ലാവരും എത്തും. ഇവിടുന്ന് അങ്ങോട്ട് ചെയ്യാൻ പറ്റാത്തത് ഒരുപാട് ആളുകൾക്ക് ഗൂഗിൾ അക്കൗണ്ട് ക്യാൻസൽ ആയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള സൊല്യൂഷന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ബാക്ക് അടിച്ച് നമ്മളെ സൈറ്റിൽ തന്നെ ഇതിങ്ങനെ ചെയ്യണമെന്നില്ല, നമ്മുടെ സൈറ്റിലേക്ക് നേരിട്ട് പോവുക. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഈ നെക്സ്റ്റ് അടിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ വരുന്നത്. അപ്പോൾ അതിന് ഈ മുകളിൽ 3 ഡോട്ട് കാണാം. നമുക്ക് സാധാരണ അധികം ആളുകളതും ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നായിരുന്നു. ഇത് നമ്മൾ എന്ത് ചെയ്യുക, അത് ഓഫ് ചെയ്യുക. അതിനുശേഷം നമുക്ക് വീണ്ടും ഓൺ ചെയ്യാവുന്നതാണ് ഇത് ചെയ്തതിന് ശേഷം. അപ്പോൾ നമ്മൾ ജസ്റ്റ് അത് ഓഫ് ചെയ്യുക. ഈ ഒരു സെറ്റിങ്സിൻ്റെ ഒരു ഒറ്റ പ്രശ്നം കൊണ്ടാണ് നമുക്ക് വീഡിയോ അവിടെ കൊടുക്കാൻ പറ്റാതാവുന്നത്, ഫോൺ ചെയ്യുന്നവർ കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഓഫ് ചെയ്തപ്പോൾ നമ്മളെ മൊബൈൽ സൈറ്റിലേക്ക് എത്തി. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നേരത്തെ വന്ന കാര്യങ്ങൾ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് കൊടുത്ത് സ്റ്റാർട്ട് റെക്കോർഡിങ് കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടല്ലോ നമുക്ക് ലൊക്കേഷൻ വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് കൊടുത്ത് കഴിഞ്ഞ് ക്യാമറ ഓൺ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ക്യാമറ ഓൺ ചെയ്യുമ്പോൾ നമ്മുടെ സൈറ്റിൽ എത്തുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ എവിടെയാണ് നമ്മൾ ലൊക്കേഷൻ കൊടുത്തത് അവിടെ നിന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത്, നമ്മൾ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ലൊക്കേഷന് കൊടുക്കുകയാണ്. അപ്പം ആദ്യം തന്നെ നമ്മൾ വണ്ടി ആയതുകൊണ്ട് അതിൻ്റെ പേര് കാണിക്കുകയാണ്. ഷോപ്പാണെങ്കിൽ ഷോപ്പിൻ്റെ പേര് കാണിച്ചു കൊടുക്കണം. അതുപോലെ ആ ബോർഡിൽ നമ്മളെ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ അത് അവിടെ ഷെയർ ചെയ്യണം.
അതുപോലെ നമ്മളെ ഷോപ്പ് ഏതാണ്, ഷോപ്പാണെങ്കിൽ ഷോപ്പ് നല്ലോണം ക്ലിയർ ചെയ്ത് കാണിച്ചു കൊടുക്കുക. അതുപോലെ അതിൻ്റെ കാഷ്യർ, അതുപോലെ അതായത് അത് ഉപയോഗിക്കാനുള്ള അധികാരം നമുക്കുണ്ട് എന്നുള്ളതിനുള്ള തെളിവുകൾ. ഞാനിപ്പോൾ വണ്ടീൻ്റെതായതുകൊണ്ട് വണ്ടീൻ്റെ ചാവിയൊക്കെ ഓൺ ചെയ്തൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഗൂഗിളിൻ്റെ ടീമിന് കാണണമല്ലോ. നമ്മുടെ ഇഗ്നീഷൻ കീ ഓൺ ചെയ്യാണ്. അതുപോലെ ബാക്കിൽ നമ്മളെ ബാർകോഡൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. കാരണം ഇതിൻ്റെ പൂർണ്ണ അവകാശം ഈ വീഡിയോ എടുക്കുന്ന നമുക്കാണെന്നുള്ളതും, പിന്നെ നമ്മൾ പുറത്തോട്ട് പോയി നോക്കിയപ്പോൾ നമുക്ക് നൂറ എന്ന് പറഞ്ഞ ഒരു ലാബാണ്. അതുപോലെ നമ്മളുള്ള ഏരിയ ഒക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ വണ്ടീൻ്റെ നമ്പറൊക്കെ വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്നും, അതായത് നമ്മൾ കറക്റ്റ് ലൊക്കേഷനിൽ തന്നെ ആയിരിക്കണം ഇതൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ അവർക്ക് ഗൂഗിൾ ടീമിന് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം 1 മിനിറ്റോളം ഒക്കെ ഉള്ള ഒരു വീഡിയോ എടുത്ത് ഇതിൽ ശേഷം നമ്മൾ അപ്ലോഡ് വീഡിയോ ഒന്ന് കൊടുക്കുകയാണ്. അപ്ലോഡ് വീഡിയോ റേഞ്ചുള്ള സ്ഥലമാണെങ്കിൽ നമുക്ക് പെട്ടെന്നാകും, റേഞ്ച് ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ കുറച്ച് നേരം വൈകും. എങ്ങനെയായാലും 100% ആകുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതുവരെ നെറ്റൊന്നും ഓഫ് ചെയ്യരുത്. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് റേഞ്ചിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ വേഗത. അപ്പോൾ റേഞ്ച് ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ സാവകാശം കയറുള്ളൂ. ഞാൻ വീഡിയോ ഒന്ന് ലെസ് സ്പീഡാക്കിയാണ്. അതിനുശേഷം ഇതുപോലെ ഒരു ഇൻ്റർഫേസാണ് വരിക. അവിടെ നമ്മൾ ഡണ്ണ് കൊടുക്കുന്നു. അതിനുശേഷം ഇവരെ പരസ്യങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വായിച്ചിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. ഞാൻ ഓൾറെഡി സ്കിപ്പ് അടിക്കുകയാണ്. അതിനുശേഷം ഒരു പേജിൽ കൂടിയും വരുന്നതാണ്. അപ്പോൾ അവിടെയും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അവിടെ നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണ് കേട്ടോ. ഇനി നമ്മളിവിടെ കണ്ടിന്യൂ കൊടുക്കുന്നത് കൂടി നമ്മുടെ ഇത് നിലവിൽ അപേക്ഷ ഓക്കെ ആകുന്നതാണ്. ഇനി 10 മിനിറ്റ് കൊണ്ട്, വില്ലേജ് ഏരിയയിലാണെങ്കിൽ 10 മിനിറ്റ് കൊണ്ടോ, നമ്മൾ സിറ്റി ഏരിയകളിലൊക്കെ ആണെങ്കിൽ 3 ദിവസം കൊണ്ടോ ആകുന്നതാണ്. പരമാവധി 30 ദിവസം വരെ പോകാൻ സാധ്യതയുണ്ട്. എനിക്ക് ഇവിടെ നിലവിൽ 3 ദിവസം കൊണ്ടായിട്ടുണ്ട്. ഞാൻ വില്ലേജ് ഏരിയയിലായതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. താങ്ക്